ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ ചായക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതേമാതിരി റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലുള്ള നെയ്യിലേക്ക് 2 വലിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ 3 എടുക്കണം കേട്ടോ. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അര കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്തിരിക്കുന്നത്. ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി വിസ്ക് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സിന്റെ പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് അതൊന്ന് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പാച്ചുലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം ഇത് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ മൂടിയിൽ വല്ല ഹോളും ഉണ്ടെങ്കിൽ അതൊരു പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് അടയ്ക്കേണ്ടതാണ്. ഇനി ഇത് 1 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നു നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള നട്ട്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് അടിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് അടച്ചു വെക്കാം. ഇത് ഡയറക്റ്റ് അല്ല നമ്മൾ വെക്കുന്നത്, ഒരു പഴയ ദോശക്കല്ലിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അടി പിടിക്കുമെന്നുള്ള പേടിയേ വേണ്ട. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ പഴയ ദോശക്കല്ല്? അപ്പോൾ ഇതേമാതിരി തന്നെ തയ്യാറാക്കി എടുക്കാൻ ശ്രദ്ധിക്കേട്ടോ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കമഴ്ത്തി കൊടുക്കാം. ഇനി ഇത് മറുഭാഗവും ഇതേമാതിരി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മാത്രം മതിയാകും. അതും ഇതേ ദോശക്കല്ലിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് നിങ്ങൾ എല്ലാവരും റെഡിയാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.